നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഏപ്രിൽ 19 ഒരു വലിയ ജ്യോതിഷ മാറ്റം സംഭവിക്കാൻ പോകുന്ന ദിവസം എന്താണെന്നല്ലേ? അതായത് സമ്പത്തിന്റെയും സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഒരു മനുഷ്യന് വേണ്ടുന്ന സുഖ സൗകര്യങ്ങളുടെയും കാരകനായ ഗ്രഹം അറിയാമല്ലോ, ശുക്രനാണ്. സ്വന്തം വീടായ ഇടവം രാശിയിലേക്ക് പ്രവേശനം നടത്താൻ പോവുകയാണ് ശുക്രൻ. ശുക്രൻ ഇങ്ങനെ സ്വന്തം രാശിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അതൊരു ചോദ്യം തന്നെയാണ്. ആർക്കൊക്കെ ഭാഗ്യം തെളിയും? അതും നമുക്ക് അറിയേണ്ട കാര്യമാണ്. ആർക്കൊക്കെയാണ് അല്പം സൂക്ഷ്മത ചെലുത്തേണ്ടത്? ഏതൊക്കെ നക്ഷത്രക്കാരാണ് അല്പം ശ്രദ്ധിക്കേണ്ടത്? ഈ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? ഇന്നത്തെ ഈ അധ്യായത്തിൽ അങ്ങനെയുള്ള 4 ഭാഗ്യരാശികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒപ്പം തന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന 3 ലളിതമായ പരിഹാരങ്ങളും ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. അവസാനം ഒരു പ്രധാന കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ ശുക്ര സംക്രമണം എന്നാൽ എന്ത്? ആദ്യം തന്നെ ഈ സംക്രമണത്തെ നമുക്ക് മനസ്സിലാക്കിയാലേ ഇതിന്റെ പ്രധാന കാര്യങ്ങൾ എന്തെന്ന് നിങ്ങൾക്ക് ഒരു ധാരണയിലെത്താൻ സാധിക്കും. ശുക്രൻ ഒരു രാശിയിൽ ഏകദേശം ഒരു 23 മുതൽ 30 ദിവസം വരെ സഞ്ചരിക്കും. ഇവിടെ 2026 ഏപ്രിൽ 19 ഒരു ഉച്ചയോടുകൂടി, അതായത് ഒരു 12 മണി കഴിഞ്ഞ് ഒരു 32 മിനിറ്റോടുകൂടി ശുക്രൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇടവം ശുക്രന്റെ സ്വന്തം രാശിയാണ്, അതായത് സ്വന്തം ഗ്രഹത്തിലേക്ക് നമ്മൾ മക്കൾ വന്നു കയറുന്നു എന്നതുപോലെ. അപ്പോൾ തുലാം രാശിക്കും ശുക്രൻ ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രഹം സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ അതിനെയാണ് സ്വക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ സ്വക്ഷേത്രത്തിൽ ബലവാൻ എന്ന് പറയും, സ്വക്ഷേത്ര ബലം എന്ന് പറയുന്നുണ്ട്. അതായത് വ്യക്തമാക്കിയാൽ രാജാവ് സ്വന്തം കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ്, അവിടെ അദ്ദേഹത്തിനല്ലേ പ്രയോറിറ്റി കൂടുതലായിട്ടുള്ളത്, അതുപോലെ തന്നെ. അപ്പോൾ ശുക്രന്റെ എല്ലാം നല്ല ഫലങ്ങളും നമുക്ക് പരമാവധി ആ ഒരു കാലയളവിൽ ലഭിക്കുന്നതാണ്. ശുക്രൻ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പണം, സമ്പത്ത്, ബാങ്ക് ബാലൻസ്, പ്രണയം, വിവാഹം, ആ വിവാഹം കഴിച്ച ദാമ്പത്യ സുഖങ്ങൾ, വാഹനം, വീട്, ആഭരണം, വസ്ത്രം, സുഗന്ധദ്രവ്യങ്ങൾ, അതേപോലെ കല, സംഗീതം, സിനിമ, സൗന്ദര്യം, സ്ത്രീകളിൽ നിന്നുള്ള സഹായം, അവരിൽ നിന്നുള്ള ഭാഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെ ശുക്രൻ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംക്രമണം 4 രാശിക്കാർക്ക് പ്രത്യേകിച്ച് വലിയ അനുകൂലമായ നേട്ടങ്ങളെയാണ് കൊണ്ടുവരുന്നത്. ആ രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കിയാൽ കാർത്തിക, രോഹിണി, മകയിരം, ഇടവം രാശിക്കാര്. ഇടവം രാശിക്കാർക്ക് നിങ്ങളുടെ ലഗ്നത്തിലും രാശിയിലുമാണ് ഇവിടെ ശുക്രൻ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിനെ മാളവ്യ യോഗം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പഞ്ചമഹാ പുരുഷ യോഗങ്ങളിൽ ഒന്നാണല്ലോ ഈ മാളവ്യ യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു ആകർഷണത്വം ഉണ്ടാകും. ആളുകൾ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പം കാണിക്കുകയും നിങ്ങളുടെ പ്രവർത്തികളിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടാവുകയും അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നെ പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകും. മുടങ്ങിക്കിടന്നതായ പണം തിരികെ കിട്ടും. കാറ്, ബൈക്ക്, സ്വർണം, വസ്ത്രം തുടങ്ങിയ അതായത് ആർഭാടം കാണിക്കാൻ എന്തെല്ലാം നമുക്ക് വാങ്ങാൻ പറ്റുമോ അതൊക്കെ നേടിയെടുക്കാനായിട്ട് യോഗം കാണും. പ്രണയിക്കുന്നവർക്ക് വിവാഹകാര്യം തീരുമാനമാകും. ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ദമ്പതികൾക്ക് ആ പിണക്കങ്ങളൊക്കെ മാറും. ഇനി കലാപരമായിട്ട് അതേപോലെ ബ്യൂട്ടീഷ്യൻ, ഫാഷൻ മേഖല, ഹോട്ടൽ, വാഹനങ്ങൾ കൊടുക്കുന്ന, വാങ്ങുന്ന, വിൽപ്പന നടത്തുന്ന ആളുകൾ എന്നീ മേഖലയിലൊക്കെ ഉള്ളവർക്കും വലിയൊരു നേട്ടമായിരിക്കും ഇടവം രാശിക്കാർക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ സൂക്ഷിക്കേണ്ട കാര്യം അമിത ആഡംബരം, അനാവശ്യ ചെലവ് എന്നിവയൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ധനമൊക്കെ കൂടുതൽ വരും. ശുക്രൻ അങ്ങനെ പല വേലകളും കാണിക്കും. പക്ഷേ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ട കടമ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അല്പം വണ്ണമൊക്കെ കൂടാനും ശരീരം അല്പം പുഷ്ടിപ്പെടാനും, അതായത് അല്പം ഓവർ വെയിറ്റിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളിയാഴ്ച ദിവസം വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് ദേവിക്ക് അർച്ചന നടത്തുന്നതും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം വെളുത്ത വസ്ത്രം ധരിക്കുന്നതും, മഹാലക്ഷ്മി അഷ്ടകം വെള്ളിയാഴ്ച ദിവസം ചൊല്ലുന്നതുമൊക്കെ ഉത്തമമായിരിക്കും. ഇനി ഉത്രോ, അത്തം, ചിത്തിര, കന്നി രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത്. ശുക്രൻ ഇവിടെ നിങ്ങൾക്ക് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ ഭാഗ്യമെന്നാൽ ഗുരു മുഖേന, അല്ലെങ്കിൽ അച്ഛൻ മുഖേന, ദീർഘയാത്ര മുഖേന, ഉന്നത വിദ്യാഭ്യാസം, ഇതിനൊക്കെയുള്ള ഫലങ്ങളാണ് ഇവിടെ സൂചനയായിട്ട് വരുന്നത്. തടസ്സപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വേഗം നടന്നു കിട്ടും. ഭാഗ്യം കൂടെ നിൽക്കുന്നതാണ്. വിദേശത്ത് ജോലിക്കുള്ള സാധ്യത തെളിയും.
ബിസിനസ് പുതിയ കോൺട്രാക്റ്റുകളൊക്കെ കിട്ടും. വീട് പണിയുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ട് വർക്കൊക്കെ എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഡീലുകളൊക്കെ ഉണ്ടാകും. ലാഭം വർദ്ധിക്കും. ഉപരിപഠനത്തിന് ഇപ്പോൾ ഈ പഠിച്ച് എക്സാം ഒക്കെ എഴുതിട്ട് നിൽക്കുന്നവർക്ക് ഇനി ഉപരിപഠനത്തിനുള്ള അഡ്മിഷൻ ഒക്കെ ലഭിക്കും. സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടാകും. അച്ഛനുമായിട്ട് എന്തെങ്കിലും തർക്കം ഉണ്ടായിരുന്ന മക്കളാണെങ്കിൽ ആ തർക്കമൊക്കെ മാറി ബന്ധം മെച്ചപ്പെടും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. തീർത്ഥയാത്രയ്ക്ക് വരെ യോഗമുണ്ടാകും. ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അമിത ആത്മവിശ്വാസം പാടില്ല. അത് ചിലപ്പോൾ അബദ്ധത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കാൻ സാധ്യതയുണ്ട്. വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതിന് മുൻപായിട്ട് ഒരു 2 തവണ നല്ല രീതിയിൽ ആലോചിക്കുക. അതായത് എടുത്തുചാട്ടം പാടില്ല എന്ന് ഒറ്റ വാക്കിൽ പറയാം. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത്, നെയ്ദീപം കത്തിക്കുന്ന ഉത്തമമാണ്. കൂടാതെ അന്നേ ദിവസം തന്നെ കൊച്ചു പെൺകുട്ടികൾക്ക് മധുരം നൽകാൻ സാധിക്കുകയാണെങ്കിൽ മിഠായിയോ ലഡുവോ എന്തെങ്കിലും അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് കുഞ്ഞു മക്കൾക്ക്, പെൺകുട്ടികൾക്ക് മധുരം നൽകാൻ സാധിക്കുന്നതും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ ഉത്തമം തന്നെ. അവിട്ടം, ചതയം, പൂരുരുട്ടാതി, കുംഭം രാശിയുടെ കാര്യം പറയുമ്പോൾ 4ാം ഭാവമായ സുഖസ്ഥാനത്തേക്കാണ് ഇവിടെ മാറ്റം വരുന്നത്. അപ്പോൾ ഭാഗ്യം വരുന്നു, ഭവനം വരുന്നുണ്ട്, വാഹനം, അമ്മ, സുഖം, വിദ്യാഭ്യാസം, സ്ഥലം എന്നിവയെ കുറിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ വീട് വാങ്ങാനോ അതല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ വസ്തു വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണും. വാഹനം വാങ്ങാനുള്ള ഭാഗ്യം, സമയം ഒക്കെ അനുകൂലമാകുന്നുണ്ട്. മനസ്സിന് സന്തോഷം, സമാധാനം കിട്ടും. ഉറക്കക്കുറവുള്ള ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറും. അമ്മയിൽ നിന്ന് സഹായം ലഭിക്കും. മാതാവുമായിട്ട് അല്പം ഇടഞ്ഞു നിൽക്കുന്നവരോ അല്ലെങ്കിൽ അകൽച്ചയിലായിരുന്നവർക്കോ ഈ ഒരു സമയം അകൽച്ച മാറി വീണ്ടും മാതാവിന്റെ സ്നേഹം അനുഭവിക്കാൻ യോഗമുണ്ടാകും. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും. അമ്മ ഈ ഒരു അവസരങ്ങളിൽ ആരോഗ്യപരമായി അല്പം ബുദ്ധിമുട്ടിലായിരുന്നുവെങ്കിൽ അത് മാറും. കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുന്നതാണ്. ഭൂമി ഇടപാടുകൾ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലാഭം വരും. നിക്ഷേപിച്ച പണം ഇരട്ടിയായി കൈകളിലേക്ക് വന്നു ചേരും. കുട്ടികളുമായി ബന്ധപ്പെട്ടും ശുഭവാർത്താ ശ്രവണം നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ വീട്ടിൽ ഈ ഒരു സമയത്ത് സൂക്ഷിക്കേണ്ടത് വെള്ളവുമായി ബന്ധപ്പെട്ട്, അതായത് പൈപ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനോ അല്ലെങ്കിൽ അല്പം വെള്ളം ബുദ്ധിമുട്ടുണ്ടാകാൻ, അതായത് വാട്ടർ ലൈൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യത ഈ ഒരു സമയത്തുണ്ടാകും. അതേപോലെ വാഹന കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം ഉണ്ടല്ലോ, എപ്പോഴും വൃത്തിയാക്കി ഇടാനായിട്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ദിവസം ഷുഗറൊക്കെ ഉള്ള അമ്മയാണ് എന്നാൽ പോലും അല്പം ഒരു മധുരം അമ്മയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അല്പം എന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള അളവൊന്നും അല്ല. ഒരല്പം ഒരു പഞ്ചസാര ഒരു 2 വിരൽ കൊണ്ട് നുള്ളിയിട്ട് അമ്മയുടെ വായിൽ ഒന്ന് വെച്ച് കൊടുത്താലും മതി. അമ്മയ്ക്ക് മധുരം കൊടുക്കുന്നത് വെള്ളിയാഴ്ച ദിവസം അമ്മയുടെ പ്രീതി ലഭിക്കുന്നതിനും ശുക്രന്റെ പ്രീതിയൊക്കെ ലഭിക്കുന്നതിന് നിങ്ങളെ ഏറെ സഹായിക്കും. അമ്മയ്ക്ക് സന്തോഷം കൊടുക്കുക. മധുരം എന്ന് പറയുമ്പോൾ ഈ മധുരം മാത്രമല്ല, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് അമ്മയെ സന്തുഷ്ടയാക്കുകയും ചെയ്യാം. അപ്പോൾ അതോടൊപ്പം ഈ ഒരു നുള്ളു പഞ്ചസാര അമ്മയുടെ വായിലോട്ട്, ഒരു നുള്ളു മതി, ഒരുപാടൊന്നും വെച്ച് കൊടുക്കണ്ട, ഒരു നുള്ളൊന്ന് വെച്ച് കൊടുക്കുക. അമ്മയ്ക്ക് അതൊരു സന്തോഷം ആയിക്കൊള്ളും. ഇനി അടുത്ത രാശി പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മീനൻ രാശി. അപ്പോൾ മീനൻ രാശിക്കാർക്ക് ശുക്രൻ 3ാം ഭാവമായ ധൈര്യം, സഹോദരം, ആശയവിനിമയ സ്ഥാനത്തേക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ ബലം കൂടും. ആ ഒരു ശ്രമങ്ങൾ എന്ത് നടത്തിയാലും അതിലൊക്കെ വിജയമുണ്ടാകും. മാർക്കറ്റിംഗ് മേഖല, മീഡിയ, പിന്നെ റൈറ്റിംഗ് ചെയ്യുക, അതായത് എഴുത്ത് ചെയ്യുന്നത്, യൂട്യൂബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക്, പ്രസംഗം എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഒരു മാറ്റത്തിന്റെ സമയമായിരിക്കും. പുതിയ സൗഹൃദങ്ങൾ, പുതിയ ബന്ധങ്ങൾ, അത് തന്നെ നിങ്ങളുടെ കരിയറിനെ തന്നെ ഒന്ന് മാറ്റിമറിക്കും. ഒരു സ്ത്രീ മുഖാന്തരം ഒരു വലിയ സഹായം കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. ആ സ്ത്രീ ചിലപ്പോൾ അമ്മയാകാം, അതല്ലെങ്കിൽ സഹോദരിയാകാം, ഭാര്യയാകാം, അതല്ലെങ്കിൽ സുഹൃത്താകാം, മുൻകാലങ്ങളിൽ പഠിപ്പിച്ച അധ്യാപികമാരാകാം. ഏതായാലും ഒരു സ്ത്രീയിൽ നിന്ന് നല്ലൊരു സഹായം, അത് ധനമായിട്ടാകണമെന്നല്ല, ചിലപ്പോൾ നല്ല വാക്കുകൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു നേരത്തെ ആഹാരം തരുന്നതായിരിക്കും. ഏതായാലും ഒരു സഹായം സ്ത്രീയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ യാത്രകൾ കൊണ്ട് വലിയ ലാഭമുണ്ടാകും. ലോണ്, ബാധ്യത എന്നിവയൊക്കെ വീട്ടാനായിട്ട് സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ വാക്കിന് വലിയ വിലയൊക്കെ വന്നു ചേരും. മേലധികാരികളുടെ പ്രശംസയൊക്കെ കിട്ടും. അതുവഴി പ്രൊമോഷനൊക്കെയുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് സഹോദരങ്ങളുമായി ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാൻ ശ്രമിക്കണം സഹോദരങ്ങളുമായിട്ട്. കാരണം അവരുമായിട്ട് ആ ഒരു ബന്ധം ദൃഢമായിട്ട് കൊണ്ടുപോകണം. വെള്ളിയാഴ്ച ദിവസം പശുവിന് എന്തെങ്കിലും കൊടുക്കുന്നു, അതായത് ശർക്കര, ഗോതമ്പ്, ഇതിലേതെങ്കിലും കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കൈകൊണ്ട് അല്പം പുല്ലോ വൈക്കോലോ ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും. പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം സ്പ്രേ, എല്ലാവരും ഇപ്പോൾ പെർഫ്യൂം അടിക്കുന്നവരാണ്, ദിവസം ഒന്ന് നോക്കിയിട്ടല്ല പുറത്തോട്ട് പോകുമ്പോൾ പെർഫ്യൂം അടിക്കും. എങ്കിലും വെള്ളിയാഴ്ച ദിവസം കഴിവതും നല്ല രീതിയിലുള്ള പെർഫ്യൂം ഒക്കെ അടിച്ച് നല്ല രീതിയിൽ പൗഡറൊക്കെ പൂശി പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പോകുമ്പോൾ ആ പോകുന്ന കാര്യത്തിൽ നിന്ന് വിജയം ഉണ്ടാകും. കാരണം ശുക്രൻ അറിയാമല്ലോ, ആഡംബരങ്ങളുടെ
പ്രിയനായിട്ടുള്ളൊരു കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് തന്നെ. ഇവിടെ ഈ 4 രാശിക്കാർക്ക് മാത്രമല്ല 12 രാശിക്കാർക്കും ശുക്രപ്രീതിക്കായിട്ട് ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ കൂടിയുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞു തരാം. വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. രാവിലെ കുളിച്ച് വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. സ്ത്രീകളാകുമ്പോൾ വെള്ള സെറ്റ് സാരിയൊക്കെ കിട്ടുമല്ലോ, സെറ്റ് മുണ്ടാണ്, സെറ്റ് സാരി ആകട്ടെ ധരിച്ചിട്ട് ശുക്രപ്രീതിക്ക് ശുക്ര ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കി ഇടുക, സുഗന്ധമയമായി സൂക്ഷിക്കുക. അപ്പോൾ കുന്തിരിക്കോ കുമ്മിഞ്ചാനോ ഒക്കെ പുകയ്ക്കുക. അത് രണ്ടും ഇല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി എടുത്തെങ്കിൽ വീടിന്റെ ഒരു മൂലയിൽ വെച്ചൊന്ന് പുകയ്ക്കുക. അപ്പോൾ വാസന ഉണ്ടാകും. ശുക്രൻ വൃത്തിയെയും ശുദ്ധിയെയും ഒക്കെ സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യം തന്നെ പറയുന്നത്. പിന്നെ ഭാര്യ, അമ്മ, സഹോദരി, മകൾ എന്നിവരെയൊക്കെ സന്തോഷിപ്പിക്കുക. സ്ത്രീകളെ കൂടുതൽ സന്തോഷിപ്പിക്കുക. അവർക്ക് ഇഷ്ടമുള്ള സമ്മാനങ്ങൾ നൽകുക. കാരണം സ്ത്രീകളെ ബഹുമാനിക്കുന്നിടത്ത് ശുക്രൻ കൂടുതൽ അനുഗ്രഹം ചൊരിയും. സ്ത്രീകളെ ആരാണോ വേദനിപ്പിക്കുന്നത്, ആരാണോ അവരെ വിഷമിപ്പിക്കുന്നത്, അവിടെ ശുക്രന്റെ പ്രീതി കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ചിലപ്പോൾ ഗുണാനുഭവങ്ങൾ കിട്ടാതെ പോകും. അതുകൊണ്ട് അമ്മയെ ആയാലും ഭാര്യയെ, കുഞ്ഞു മക്കളെയൊക്കെ പുറത്തേക്ക് ഒരു ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി അവർക്ക് സന്തോഷങ്ങൾ നൽകുമ്പോൾ ശുക്രൻ താനെ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് ആ ഭാഗ്യം തിരിച്ചു തരും. ഇനി ഒരു പ്രധാന കാര്യം, ശുക്രൻ നല്ലത് തരുമ്പോൾ ചൊവ്വയും കേതുവും ഏപ്രിൽ 14, അതായത് ഇന്ന് മുതൽ നേരെ എതിർവശത്തു കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേടം, തുലാം, വൃശ്ചികം രാശിക്കാർ ഈ സമയം വലിയ റിസ്ക് ഒന്നും എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായാലും ഏതായാലും ഓവർ എടുത്തുചാടിയുള്ള കാര്യങ്ങൾക്ക് പോകരുത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പിന്നെ ഒരു വീഡിയോ ആയി ഇടാം. അടുത്ത ദിവസങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളുടെ രാശി ഇതിലുണ്ടോ എന്നൊക്കെ നോക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പാലിക്കുക. ഇതൊക്കെ പാലിച്ചു പോയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ ആ ഒരു ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ കമന്റ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതേ സമയമൊക്കെ കുറിച്ചാൽ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതിയൊക്കെ പറഞ്ഞു തരാം, പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തരാം. നിങ്ങളുടെ എന്ത് സംശയവും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റൊരു അധ്യായവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.